ഡിയേഴ്സ്, വെൽക്കം ടു സാലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് സയൻസ് പഠിക്കാം അല്ലേ. നമ്മളെല്ലാവരും ഇപ്പം 7th CBSE ഹീറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്, അതിൽ നിന്നും നിങ്ങൾക്ക് എക്സാമിനൊക്കെ വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കളെല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യത്തെ ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റേറ്റ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലബോറട്ടറി തെർമോമീറ്റർ ആൻഡ് ക്ലിനിക്കൽ തെർമോമീറ്റർ. നമ്മൾ 2 തരത്തിലുള്ള തെർമോമീറ്റർ ആയിരുന്നു പഠിച്ചത് അല്ലേ. ഒന്ന് ലബോറട്ടറി തെർമോമീറ്ററും മറ്റൊന്ന് ക്ലിനിക്കൽ തെർമോമീറ്ററും. ഇവ രണ്ടും തമ്മിലുണ്ടാവുന്ന സിമിലാരിറ്റീസും ഇവ രണ്ടും തമ്മിലുണ്ടാവുന്ന ഡിഫറൻസുമാണ് നമ്മളോട് എഴുതാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവ തമ്മിലുണ്ടാവുന്ന സിമിലാരിറ്റീസ് നമുക്ക് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം. ഇത് രണ്ടും എന്തായിരുന്നു, തെർമോമീറ്റർ ആയിരുന്നു. ഒരു തെർമോമീറ്റർ, അതായത് നമ്മുടെ ക്ലിനിക്കൽ തെർമോമീറ്റർ ആയിക്കൊള്ളട്ടെ, അതേസമയം ലബോറട്ടറി തെർമോമീറ്റർ ആയിക്കൊള്ളട്ടെ, അവയുടെ ഫിസിക്കൽ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു, അവയൊരു ഗ്ലാസ് ട്യൂബ് ആയിരുന്നു അല്ലേ. ഒരു ലോങ് നാരോ ഗ്ലാസ് ട്യൂബ് കൊണ്ടാണ് രണ്ടും കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല അവയുടെ രണ്ടിൻ്റെയും എൻഡിൽ ഒരു ഭാഗത്ത് ബൾബ് എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ മെർക്കുറി ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് എന്താണ്, ഇത് രണ്ടും മെഷർ ചെയ്തത് എങ്ങനെയായിരുന്നു, ഡിഗ്രി സെൽഷ്യസ് സ്കെയിലായിരുന്നു മെഷർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 4 സിമിലാരിറ്റീസ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലായി. വൺ ബൈ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്, ബോത്ത് തെർമോമീറ്റർ കൺസിസ്റ്റ് ഓഫ് എ ലോങ് നാരോ യൂണിഫോം ഗ്ലാസ് ട്യൂബ്. ഫസ്റ്റ് പോയിന്റ് കിട്ടി. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണ്, ബോത്ത് ഹാവ് എ ബൾബ് അറ്റ് വൺ എൻഡ്. ഒരു ഭാഗത്ത് ബൾബ് ഉണ്ട്. മൂന്നാമത്തെ പോയിന്റ് എന്താണ്, ബോത്ത് കണ്ടെയ്ൻ മെർക്കുറി ഇൻ ബൾബ്. അതായത് മെർക്കുറി എന്ന് പറയുന്ന ആ ഒരു ലിക്വിഡാണ് നമ്മുടെ ബൾബിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നാലാമത്തെ എന്താണ്, ബോത്ത് യൂസ് സെൽഷ്യസ് സ്കെയിൽ ഓൺ ദി ഗ്ലാസ് ട്യൂബ്. നമ്മളവിടെ യൂസ് ചെയ്യുന്നത് ഏതാണ്, സെൽഷ്യസ് സ്കെയിലാണ്, അല്ലാതെ ഫാരൻഹീറ്റ് സ്കെയിലല്ല. ഇനി നമുക്ക് അറിയേണ്ടത് അവ തമ്മിലുണ്ടാവുന്ന ഡിഫറൻസ് എന്താണ് എന്നാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ആ രണ്ടെണ്ണം നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നൊന്ന് ചെക്ക് ചെയ്താൽ മതി. ക്ലിനിക്കൽ തെർമോമീറ്റർ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതിനാണ് നമ്മൾ ക്ലിനിക്കൽ തെർമോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ലബോറട്ടറി തെർമോമീറ്ററോ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ലാബിലൊക്കെ, അതായത് ലബോറട്ടറിയിലൊക്കെ ഒബ്ജക്റ്റിൻ്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതിനാണ് നമ്മൾ ലബോറട്ടറി തെർമോമീറ്റർ യൂസ് ചെയ്യുന്നത്. പിന്നെയുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അവയുടെ ആ ഒരു കാൽക്കുലേഷൻ, അവയുടെ ആ ഒരു സ്കെയിൽ ഒന്ന് നോക്കിയാൽ മതി. എവിടം തൊട്ട് എവിടം വരെയുള്ള റീഡിംഗ് ആണുള്ളത്. ക്ലിനിക്കൽ തെർമോമീറ്ററിൽ 35 ഡിഗ്രി സെൽഷ്യസ് തൊട്ടിട്ട് 42 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. പക്ഷേ അതേസമയം ലബോറട്ടറി തെർമോമീറ്ററിലോ -10 ഡിഗ്രി സെൽഷ്യസ് തൊട്ടിട്ട് 110 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. വേറെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ദ പ്രസൻസ് ഓഫ് കിങ്ക് ആണ്. കിങ്ക് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അതായത് നമുക്കറിയാം നമ്മുടെ ക്ലിനിക്കൽ തെർമോമീറ്ററിൽ കിങ്ക് അതിൻ്റെ പ്രസൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ലിനിക്കൽ തെർമോമീറ്റർ നമ്മൾ റീഡിങ് നോക്കുന്നതിന് വേണ്ടി നമ്മളത് പുറത്തെടുക്കുന്ന സമയത്ത് ആ ഒരു റീഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെർക്കുറിയുടെ ആ ഒരു ഉയരം, അതായത് മെർക്കുറി എത്ര വാല്യൂ വരെ അത് കയറിപ്പോകുന്നു അതിൻ്റെ ബേസിലാണ് നമ്മൾ റീഡിംഗ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പുറത്തെടുക്കുന്ന സമയത്ത് ആ ഉയർന്നു പൊങ്ങിയ ആ ഒരു മെർക്കുറിയുടെ ലെവൽ താഴോട്ട് വരാതിരിക്കാൻ വേണ്ടി അത് പ്രിവെൻറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ കിങ്ക് ഉള്ളത്. അപ്പോൾ നമ്മുടെ ക്ലിനിക്കൽ തെർമോമീറ്ററിൽ എന്താണ്, നമുക്ക് കിങ്ക് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ ലബോറട്ടറി തെർമോമീറ്ററിൽ നമുക്ക് കിങ്ക് എന്ന് പറയുന്ന ആ ഒരു റീജിയൻ നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കില്ല. അപ്പം 3 ഡിഫറൻസ് നമുക്ക് ഇവിടുന്ന് തന്നെ മനസ്സിലായി. ഏതൊക്കെയാണ് മക്കളെ, ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അവയുടെ ടെമ്പറേച്ചർ സ്കെയിൽ എങ്ങനെയാണ്, ക്ലിനിക്കലിൽ 35 to 42 ഡിഗ്രി സെൽഷ്യസ്, ലബോറട്ടറിയിലോ -10 to 110 ഡിഗ്രി സെൽഷ്യസ് വരെ. രണ്ടാമത് എന്താണ്, യൂസ്ഡ് ടു മെഷർ ദ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ. ഇനി ലബോറട്ടറി തെർമോമീറ്റർ ആണെങ്കിലോ യൂസ്ഡ് ടു മെഷർ ദ ടെമ്പറേച്ചർ ഇൻ ദി ലബോറട്ടറി. ലാബിലാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. അത്രയും ആലോചിച്ചാൽ മതി. ഇനി മൂന്നാമത്തെ ഡിഫറൻസ് എന്താണ്, ഇറ്റ് ഹാസ് കിങ്ക് വിച്ച് പ്രിവെൻറ്റ് ഇമ്മീഡിയറ്റ് ബാക്ക് ഫ്ലോ ഓഫ് മെർക്കുറി. മെർക്കുറി വേഗം തന്നെ താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന കിങ്ക് എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മുടെ ക്ലിനിക്കൽ തെർമോമീറ്ററിലുണ്ട്. പക്ഷേ നമ്മുടെ ലബോറട്ടറി തെർമോമീറ്റർ ഇല്ല, ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ കിങ്ക്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമുക്ക് എന്താണ്, സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഫിൽ ഇൻ ദി ബ്ലാങ്ക്. കുറച്ച് സ്റ്റേറ്റ്മെന്റ് ഒക്കെ തന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ വിട്ടുപോയ ഭാഗം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പൂരിപ്പിച്ചാൽ മതി. ഫസ്റ്റ് ഇത് നോക്കിക്കേ, ദ ഹോട്ട്നെസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഇറ്റ്സ് ഡാഷ്. എങ്ങനെയാണ് നമ്മളൊരു ഒബ്ജക്റ്റിൻ്റെ ഹോട്ട്നെസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്, അതിനുവേണ്ടി നമ്മൾ ഏത് ക്വാണ്ടിറ്റിയാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്, ടെമ്പറേച്ചർ എന്നാണല്ലേ ഇതിൻ്റെ ആൻസർ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ടെമ്പറേച്ചർ എന്ന് നമുക്ക് എഴുതാം. നമ്മൾ ടെമ്പറേച്ചർ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ എ കൂൾനെസ് ഓഫ് ആൻ ഒബ്ജക്റ്റ്, അതാണ് നമ്മൾ ടെമ്പറേച്ചർ എന്ന് നമ്മൾ പറയുന്നത്. ഇനി രണ്ടാമത്തെ എന്താണ്, ടെമ്പറേച്ചർ ഓഫ് എ ബോയിലിംഗ് വാട്ടർ cannot be measured by dash thermometer.
നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യം നമുക്ക് 2 തെർമോമീറ്റർ ആണ് തന്നിരിക്കുന്നത്. ഒന്ന് ക്ലിനിക്കൽ തെർമോമീറ്ററും ഒന്ന് ലബോറട്ടറി തെർമോമീറ്ററും. ഇതിൽ നമ്മുടെ ചോദ്യം എന്താണ്? ടെമ്പറേച്ചർ ഓഫ് എ ബോയിലിംഗ് വാട്ടർ, അതായത് അത്യാവശ്യം തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് ഇന്ന തെർമോമീറ്റർ ഉപയോഗിച്ച് അളക്കാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് തെർമോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് നമുക്കിത് അളക്കാൻ പറ്റാതിരിക്കുന്നത്? ക്ലിനിക്കൽ തെർമോമീറ്റർ ആയിരിക്കുമോ ലബോറട്ടറി തെർമോമീറ്റർ ആയിരിക്കുമോ? ആൻസർ എന്തായിരിക്കും? ക്ലിനിക്കൽ തെർമോമീറ്റർ ആയിരിക്കും. കാരണം എന്താണ്? ക്ലിനിക്കൽ തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു തെർമോമീറ്റർ ആണ്. ഇനി അടുത്തത് ടെമ്പറേച്ചർ ഈസ് മെഷേർഡ് ഇൻ ഡിഗ്രി. ബാക്കി എന്തായിരിക്കും? യെസ്, ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താണ്? നോ മീഡിയം ഈസ് റിക്വയർഡ് ഫോർ ദി ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബൈ ദ പ്രോസസ് ഓഫ് ഡാഷ്. നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫറിലാണ് പ്രധാനമായിട്ടും 3 പ്രോസസ്സാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് കണ്ടക്ഷൻ, ഒന്ന് കൺവെക്ഷൻ, അതുപോലെ തന്നെ ഒന്ന് റേഡിയേഷൻ. അതിൽ കണ്ടക്ഷൻ ആണെങ്കിലും കൺവെക്ഷൻ ആണെങ്കിലും നമുക്ക് മീഡിയം വേണമെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ റേഡിയേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ മീഡിയം ഇല്ലെങ്കിലും നമ്മുടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ എന്താണ്? റേഡിയേഷൻ എന്നാണ്. ഇതിൻ്റെ ആൻസർ എന്താണ്? റേഡിയേഷൻ. ഇനി അടുത്തത് എന്താണ്? എ കോൾഡ് സ്റ്റീൽ സ്പൂൺ ഈസ് ഡിപ്ഡ് ഇൻ എ കപ്പ് ഓഫ് ഹോട്ട് മിൽക്ക്. ഇറ്റ് ട്രാൻസ്ഫർ ഹീറ്റ് ടു ഇറ്റ്സ് അതർ എൻഡ് ബൈ ദ പ്രോസസ് ഓഫ് ഡാഷ്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ തന്നെയാണ്. തന്നിരിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഹോട്ട് മിൽക്ക്, അതായത് നല്ല ചൂടുള്ള പാല് ഒരു പാത്രത്തിൽ എടുക്കുന്നു. എന്നിട്ട് ആ പാത്രത്തിൽ ആ ഒരു ചൂടുള്ള പാലിനകത്തേക്ക് നമ്മളൊരു സ്റ്റീലിൻ്റെ സ്പൂൺ ഒന്ന് ഡിപ്പ് ചെയ്യുന്നു. കുറച്ച് കഴിഞ്ഞ് പിടിച്ചു നോക്കുമ്പോൾ നമ്മുടെ സ്റ്റീലിൻ്റെ സ്പൂണിന് നല്ല ഹോട്ട്നെസ് നമുക്ക് അനുഭവപ്പെടും. അതിൻ്റെ റീസൺ അല്ലെങ്കിൽ അതിന് കാരണമായിട്ടുള്ള ആ ഒരു ട്രാൻസ്ഫർ ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും? നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, ഇവിടെ ഇതാണ്ടേ നമ്മളിപ്പം ഇതുപോലെ ഒരു കപ്പ് വെച്ചു. അതിനകത്ത് അത്യാവശ്യം നല്ല ഹോട്ടായിട്ടുള്ളതാണ്. ഈ ഹോട്ടിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്റ്റീലിൻ്റെ സ്പൂൺ നമ്മളൊന്ന് വെച്ചു. അപ്പം നമുക്ക് നോക്കാം, ഇവിടെ ഇതാണ്ട് ഇവ രണ്ടും തമ്മിലുള്ള ഒബ്ജക്റ്റിൻ്റെ ആ ഒരു കണക്ഷനാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അല്ലേ? നമ്മുടെ ഈ പറയുന്ന ചൂട് വെള്ളത്തിൽ നിന്നുമാണ് ചൂട് എങ്ങോട്ടേക്ക് മാറിയത്? നമ്മുടെ സ്പൂണിലേക്ക് മാറിയത്. അപ്പോൾ അവിടെ ഒബ്ജക്റ്റുകൾ തമ്മിൽ എന്താണ്? കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആ ഒരു ട്രാൻസ്ഫർ ഓഫ് ഹീറ്റിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? കണ്ടക്ഷൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അത് ഓർത്തിരിക്കുക. കണ്ടക്ഷൻ. ഓക്കെ, യെസ്. ഇനി അടുത്തത് ക്ലോത്ത്സ് ഓഫ് ഡാഷ് കളേഴ്സ് അബ്സോർബ് ഹീറ്റ് ബെറ്റർ ദാൻ ക്ലോത്ത്സ് ഓഫ് ലൈറ്റ് കളർ. എന്തായിരിക്കും ഇവിടെ വരുന്നത്? ക്ലോത്ത്സ് ഓഫ് ഡാർക്ക് കളർ അബ്സോർബ് ഹീറ്റ് ബെറ്റർ ദാൻ ക്ലോത്ത്സ് ഓഫ് ലൈറ്റ് കളർ. നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. ഈ ഡാർക്ക് കളർ എന്ന് പറയുന്ന അതിന് ഹീറ്റ് നല്ലോണം അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷെ ലൈറ്റ് കളർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അത്ര അബ്സോർബ് ചെയ്യുന്നില്ല. അതിന് പകരം അത് നല്ലോണം റിഫ്ലക്റ്റ് ചെയ്യും എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? യെസ്, ഡാർക്ക് കളർ എന്നാണ് വരുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഡിസ്കസ് വൈ വിയറിംഗ് മോർ ലെയേഴ്സ് ഓഫ് ക്ലോത്തിങ് ഡ്യൂറിംഗ് വിന്റർ കീപ്സ് അപ്പ് വാർമർ ദാൻ വിയറിംഗ് ജസ്റ്റ് വൺ തിക്ക് പീസ് ഓഫ് ക്ലോത്തിങ്. അതായത് ഇവിടെ തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വിൻ്റർ സീസണിലൊക്കെ നമ്മൾ ഒന്നിലധികം കുപ്പായം ഇടും, ഒന്നിലധികം ഡ്രസ്സ് ഇടും. എന്തുകൊണ്ടാണ്? ആ ഒരു തണുപ്പ് വരാതിരിക്കാൻ വേണ്ടി, നമുക്ക് തണുപ്പ് കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരു ഡ്രസ്സിന് പകരം അതിൻ്റെ മുകളിൽ കൂടി 3-4 ഡ്രസ്സ് നമ്മളിടും. പക്ഷേ സമ്മർ സീസണിൽ നമ്മൾ മാക്സിമം നമ്മൾ ഡ്രസ്സ് ഒഴിവാക്കാനും ശ്രമിക്കുക. അതും വളരെ ലൈറ്റ് കളറായിട്ടുള്ള ഡ്രസ്സൊക്കെ ആയിരിക്കും, ഒരു ഡ്രസ്സൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പ്രിഫർ ചെയ്യുക എപ്പോൾ? നമ്മുടെ സമ്മർ സീസണിൽ. അതിന് കാരണം എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം വിൻ്റർ സീസണിൽ നമ്മൾ ഒന്നിലധികം ഡ്രസ്സ് നമ്മൾ ധരിക്കുന്നു എന്ന് വിചാരിക്കും, ഒന്നിലധികം ക്ലോത്ത്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് ഓരോ ക്ലോത്ത്സിൻ്റെ ഇടയിലും എന്തുണ്ടായിരിക്കും? ഒരു എയർ ക്യാവിറ്റി ഉണ്ടാവും അല്ലേ? ഓരോ ക്ലോത്ത്സിൻ്റെ ഇടയിലും ഒരു എയർ ക്യാവിറ്റി ഉണ്ടാവും. ഈ എയറിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? എയർ എന്ന് പറയുന്നത് പുവർ കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആണ്. അതായത് ഹീറ്റിനെ അങ്ങനെ പെട്ടെന്നൊന്നും കടത്തിവിടത്തില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു എയറിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി ചൂട് പുറത്തേക്ക് കളയാതെ നമ്മുടെ ബോഡി എപ്പോഴും വാം ആയിട്ടിരിക്കും. അതാണ് ഇതിൻ്റെ പുറകിലുള്ള റീസൺ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം ആൻസർ എന്താണ്? മോർ ലെയേഴ്സ് ഓഫ് ക്ലോത്തിങ് കീപ് us warm in winter as they have a lot of space between them. ഇപ്പോൾ 2-3 ഡ്രസ്സ് ഇടുവാണെങ്കിൽ ആ 2-3 ഡ്രസ്സിൻ്റെ ഇടയിൽ എന്താണ്? കുറച്ച് എയർ ക്യാവിറ്റീസ് ഉണ്ടായിരിക്കും, അതായത് കുറച്ച് സ്പേസ് ഉണ്ടായിരിക്കും. സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ എന്താണെങ്കിലും ഒബ്വിയസ്ലി എന്തായിരിക്കും? എയർ ആയിരിക്കും അല്ലേ? വായു ആയിരിക്കും. ദിസ് സ്പേസ് ഗെറ്റ് ഫിൽഡ് അപ്പ് വിത്ത് എയർ ആൻഡ് എയർ ഈസ് എ ബാഡ് കണ്ടക്ടർ അല്ലെങ്കിൽ എയർ ഈസ് എ പുവർ കണ്ടക്ടർ എന്ന് നമുക്ക് പറയാം. ഇറ്റ് ഡസ് നോട്ട് അലോ ദ ബോഡി ഹീറ്റ് ടു എസ്കേപ്പ് ഔട്ട്. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ പുറത്ത് കടക്കാതിരിക്കാൻ വേണ്ടി, അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു എയർ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്.
ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ മാച്ച് ദ ഫോളോയിങ് ആണ്. എങ്ങനെയാണ്? ഇവിടെ 2 കോളം തന്നിട്ടുണ്ട്, കോളം 1 ആൻഡ് കോളം 2. ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്താൽ മതി. ഫസ്റ്റ് എന്താണ്? ലാൻഡ് ബ്രീസ് ബ്ലോസ് ഡൂറിങ്. ഏത് സമയത്താണ് ലാൻഡ് ബ്രീസ് നടക്കുന്നത്? നമ്മൾ ലാൻഡ് ബ്രീസും അതുപോലെ തന്നെ സീ ബ്രീസും പഠിച്ചായിരുന്നു. ലാൻഡ് ബ്രീസ് എപ്പോഴാണ് നടക്കുന്നത്? അത് നൈറ്റിലാണ് നടക്കുന്നത്. അപ്പോൾ കോളം 2 നമുക്ക് നൈറ്റ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് നമുക്കത് എന്ത് ചെയ്യാം? മാച്ച് ചെയ്യാം അല്ലേ. അടുത്തത് എന്താണ്? സീ ബ്രീസ് എപ്പോഴാണ് നടക്കുന്നത്? സീ ബ്രീസ് എപ്പോഴാണ് നടക്കുന്നത്? അത് ഡേ ടൈമിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡേ എന്ന് പറയുന്ന ആ ഒരു കോളത്തിലേക്ക് നമുക്ക് മാച്ച് ചെയ്യാം. അടുത്ത എന്താണ്? ഡാർക്ക് കളേർഡ് ക്ലോത്ത്സ് നമ്മൾ എപ്പോഴാണ് പ്രിഫർ ചെയ്യുന്നത്? ഡാർക്ക് കളേർഡ് ക്ലോത്ത്സ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും വിൻ്റർ സീസണിലാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? വിൻ്റർ. ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് മാച്ച് ചെയ്യാം. പിന്നെ എന്താണ്? ലൈറ്റ് കളേർഡ് ക്ലോത്ത്സ് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സമ്മർ സീസണിലാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ 4ാമത്തെ ചോദ്യം എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഏറ്റവും അവസാനത്തെ ചോദ്യമാണ്, ലുക്ക് അറ്റ് ദി ഫിഗർ, മാർക്ക് വെയർ ദ ഹീറ്റ് ഈസ് ബീങ് ട്രാൻസ്ഫേർഡ് ബൈ കണ്ടക്ഷൻ ആൻഡ് കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. 3 പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. കണ്ടക്ഷൻ, കൺവെക്ഷൻ, അതുപോലെ തന്നെ റേഡിയേഷൻ. തന്നിരിക്കുന്ന ഫിഗർ നോക്കിയിട്ട് ഈ തന്നിരിക്കുന്ന ചിത്രത്തിൽ എങ്ങനെയാണ് കണ്ടക്ഷൻ നടക്കുന്നത്, എങ്ങനെയാണ് കൺവെക്ഷൻ നടക്കുന്നത്, എങ്ങനെയാണ് റേഡിയേഷൻ നടക്കുന്നതെന്ന് മാത്രം നമ്മളൊന്ന് വരച്ചു ചേർത്താൽ മാത്രം മതി. ഇപ്പം തന്നിരിക്കുന്ന ചിത്രം തന്നെ ഒന്ന് നോക്കുവാണെങ്കിൽ എന്താണ്? നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളമുണ്ട്, അത് തിളപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തിളപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഈ പാത്രം ഒന്ന് തൊട്ട് നോക്കിയാൽ നമുക്ക് എന്ത് അനുഭവപ്പെടും? ചൂട് അനുഭവപ്പെടും. കാരണം എന്താണ്? യെസ്, ഇതിൻ്റെ താഴെയിൽ നിന്നും, അതായത് നമ്മൾ എവിടെ നിന്നാണോ ഫയർ കൊടുക്കുന്നത് അവിടെ നിന്നും നമ്മുടെ പാത്രത്തിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് അല്ലേ. അങ്ങനെയുള്ള അത്തരത്തിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ ആയിരുന്നു നമ്മൾ എന്ത് പറയുന്നത്? കണ്ടക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇനി അതേ സമയം നമ്മുടെ ആ ഒരു വെള്ളം, ആ ഒരു പാത്രത്തിൻ്റെ ഉള്ളിലെ വെള്ളം, ആ വെള്ളത്തിൻ്റെ മുകൾ ഭാഗത്ത് നമ്മളൊന്ന് കൈ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി നമ്മുടെ കയ്യിൽ ഒരു ചെറിയ ചൂട് അനുഭവപ്പെടും. കാരണം എന്താണ്? യെസ്, ഇതിൻ്റെ ഉള്ളിലെ വായു ചൂട് പിടിച്ചത് മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്കറിയാം. ഇങ്ങനെ ആ ഒരു മോളിക്യൂൾസിൻ്റെ ആക്ച്വൽ മൂവ്മെൻറ്റ് മൂലം, അതായത് ആ വായുവിൻ്റെ ആക്ച്വൽ മൂവ്മെൻറ്റ് മൂലം ഉണ്ടാകുന്ന അത്തരം ഹീറ്റ് ട്രാൻസ്ഫറിനെ നമ്മൾ എന്താ വിളിച്ചത്? കൺവെക്ഷൻ എന്നാണ് നമ്മൾ വിളിച്ചത്. ഇനി ഒരെണ്ണം കൂടിയുണ്ട്, റേഡിയേഷൻ. അതായത് നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇതിൻ്റെ മുകൾ ഭാഗത്ത് മാത്രമാണോ നമുക്ക് ചൂട് അനുഭവപ്പെടുന്നത്? അല്ലെങ്കിൽ ഈ പാത്രത്തിൽ തൊട്ടാൽ മാത്രമാണോ നമുക്ക് ചൂട് അനുഭവപ്പെടുന്നത്? അല്ല, അതിൻ്റെ സറൗണ്ടിങ്സിലും എന്താണ്? നമുക്ക് ചൂട് അനുഭവപ്പെടും അല്ലേ. ഇതിൻ്റെ ആ ഒരു ചുറ്റുപാടും നമുക്ക് ചൂട് അനുഭവപ്പെടും. അത്തരം ഹീറ്റ് ട്രാൻസ്ഫറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റേഡിയേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 രീതിയിലുള്ള ഹീറ്റ് ട്രാൻസ്ഫറും നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പഠിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രധാനപ്പെട്ട 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. ഓരോ ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക? അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എല്ലാ കോൺസെപ്റ്റുകളും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് ഓടിച്ച് പഠിച്ചു നോക്കുക. അപ്പോൾ ഇതിൻ്റെ ബാക്കിയായിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് മിസ്സിന് അടുത്ത ദിവസം വരാം. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.